ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ആമിമോളുടെ ബർത്ത്ഡേ സർപ്രൈസസ് അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കളറാണ്, അതായത് വാട്ടർ കളറാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് നയന മോക്ക് കൊടുത്തയച്ചതാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവൾ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അവൾക്ക് എത്രമാത്രം ഇഷ്ടമായി എന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ ഈ മിൽക്കി ബാറിൻ്റെ ചോക്ലേറ്റ്സ് കൂടെ അവൾ കൊടുത്തു വിട്ടിട്ടുണ്ടായി കേട്ടോ. ഇത് മോളുടെ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം ഞാനിങ്ങനെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയായിരിക്കും എൻ്റെ ശ്രുതി. അപ്പം അവൾ മോനും അവളുടെ ഹസ്ബൻഡും പ്രഭ്യാട്ടനൊക്കെ കൂടെ വന്ന് ആമിമോൾക്ക് കുറേ സർപ്രൈസ് എന്ന് വെച്ചാൽ ഒരുപാട് ഗിഫ്റ്റ് തന്നു. അപ്പോൾ അതിൽ ഒരു വലിയ ഗിഫ്റ്റാണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. കുറേ നേരത്തെ വലിച്ചു കയറലിന് ശേഷം അവസാനം നമ്മൾ കണ്ടു എന്താണ് സാധനം എന്നുള്ളത്. ഒരു വലിയ സൂട്ട് കേസ് ആയിരുന്നു കേട്ടോ. ഒരു സൂട്ട് കേസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ കിച്ചൺ സെറ്റ് ആയിരുന്നു കേട്ടോ. ഗ്യാസ്, അതായത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഒരുപാട് കുട്ടി കുട്ടി പാത്രങ്ങൾ, പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് കുഞ്ഞു മക്കൾക്ക് കളിക്കാൻ പാകത്തിനുള്ള ഇഷ്ടംപോലെ കളിക്കാൻ സാധനങ്ങളും അവരുടെ കുറേ സമയം അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നോക്കുമ്പം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് അടുത്ത ഒരു ഗിഫ്റ്റും കൊണ്ട് മോൻ വന്നിട്ട്. അപ്പം നമ്മൾ അതെന്താണ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 2 പൊതി ഉണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇനിയും ആമിക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഡാഡ അതും പെട്ടെന്ന് തന്നെ പൊളിച്ചു കൊടുക്കുകയാണ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നല്ല അടിപൊളി ഷൂ ആണ് കേട്ടോ. മോൾക്ക് ഇപ്പോൾ കുറച്ചായിട്ട് ഷൂ പറയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ഷൂ ഉണ്ട് കേട്ടോ. ഒരു ഷൂ ഉണ്ട്, പക്ഷെ നമ്മളതിപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇട്ട് എടുക്കാറേ ഇല്ല. പിന്നെ നല്ലൊരു അടിപൊളി ഷൂ കിട്ടിയിട്ടുണ്ട് ആമയ്ക്ക്. ലൈറ്റൊക്കെ കത്തും കേട്ടോ. അത് ലൈറ്റൊക്കെ കത്തുന്ന അടിപൊളി ഷൂ ആണ്. അപ്പം അത് കിട്ടിയപ്പോഴും അവൾ നല്ല ഹാപ്പിയായി. അപ്പോൾ അത് കിട്ടിയ പിന്നെ അടുത്തൊരു ബോക്സ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് പൊളിക്കാനുള്ള ആവേശത്തിലായിരുന്നു. അതും പെട്ടെന്ന് നമ്മൾ പൊളിച്ച് നോക്കുകയാണ് അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അത് ഓപ്പണാക്കി നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പിങ്ക് കളർ ഡ്രസ്സും 2 ബോ, പിന്നെ ഒരു ഹെയർ ബാൻഡൊക്കെ ആയിട്ട് നല്ല എല്ലാം മാച്ചിങ് ആയിട്ട് തന്നെ. അവൾക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. മോളെ ഞാൻ മാക്സിമം എല്ലാം മാച്ചാക്കിയിട്ട് മാത്രമേ നടത്താറുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം മാച്ചാക്കിയിട്ട് അവളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആമിമോൾക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. അതാണെങ്കിൽ അവൾക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ആമിമോൾക്ക് കറക്റ്റാണ്. അപ്പം ആമിമോൾ ഒത്തിരി ഹാപ്പിയായി. അതിനുശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ആ കിച്ചൺ സെറ്റ് കംപ്ലീറ്റ് ആ സൂട്ട് കേസൊക്കെ മാറ്റി അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്തവണ ആമിമോൾക്ക് അങ്ങനെ വലുതായിട്ട് ഗിഫ്റ്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ ചെറുതാണെങ്കിലും അവൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിലുള്ള 4 ഗിഫ്റ്റ്സാണ് ഞാൻ കൊടുക്കുന്നത്. അവളുടെ 4ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ 4 ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത്. കുട്ടി ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ്സ് ആണെങ്കിലും മോൾ എന്നോട് പലതവണയായിട്ട് ഇപ്പോൾ എന്തെങ്കിലും കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതോ ആയിട്ടുള്ള 4 കുഞ്ഞു ഗിഫ്റ്റ്സാണ് കേട്ടോ. അപ്പം ഞാൻ കൊടുത്തതിലുള്ള ആദ്യ പൊതി തന്നെ നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. അത് അവൾ കണ്ടിട്ടുണ്ടായിട്ടോ. കാരണം ഇത് ഞാനായിരുന്നു റാപ്പ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പെർഫെക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ കൂടെ കാണുന്നുണ്ടായി എന്താണ് സാധനം എന്നുള്ളത്. അപ്പം അതൊന്നുമില്ല, കുഞ്ഞൊരു മിനി നമ്മളെ കളറിങ് ബുക്കും ക്രയോൺസ് ആയിരുന്നു കേട്ടോ. അപ്പം അത് എന്തൊക്കെയാണെന്നൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് അവൾ. അപ്പം ഞാനിത് കൊടുത്തത് ആമിമോളുടെ ബർത്ത്ഡേൻ്റെ അന്ന് ആ ഒരു 12 മണി സമയത്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത് എല്ലാ ഗിഫ്റ്റ്സും. അപ്പം ഇത് ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലിപ്പം ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാനും ടവർ ഫാനൊക്കെ ഇട്ടുകൊണ്ട് ആ കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിഫ്റ്റ് ഞാൻ ആമിമോൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
ഞാൻ സ്റ്റോറി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ ടൗണിൽ തന്നെയുള്ള നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ മലബാർ ഗോൾഡ് പണ്ട് ഓൾഡ് മലബാർ ഗോൾഡിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയുള്ള സ്റ്റോറി സോണാണ് കേട്ടോ എല്ലാ ഗിഫ്റ്റ്സും വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാങ്ങിക്കാൻ കാരണം അവിടെ ഞാൻ നടന്ന് നോക്കിയപ്പം ഭയങ്കര ക്യൂട്ടായിട്ടൊരു സാധനം കണ്ടു. പിന്നെ അത് മാത്രമല്ല പേർപ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി പേർപ്പിൾ എന്ന് പറഞ്ഞ ഷെയ്ഡ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പേർപ്പിൾ കളറിലുള്ള വാവനെയാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഇത് നമ്മുടെ തേർഡ് ഗിഫ്റ്റാണ്. ഇത് ഞാൻ വാങ്ങിക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോള് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായി. അപ്പം ആ സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മേ എനിക്കിത് വാങ്ങിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടാകുമ്പോൾ അവളുടെ ആ ഒരു ഹാപ്പി ഫേസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയ ഉടനെ തന്നെ എന്തൊക്കെയോ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അതിൽ വരച്ചിട്ടൊക്കെ ഉണ്ടായി. ശരിക്കും നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് എടുത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എൻ്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. അത് കൊടുത്തിട്ട് അവിടെ തന്നെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു വിലയില്ലാത്ത പോലെ തോന്നാറുണ്ട്. പലതവണയായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത സാധനം അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ സാധനം ഇഷ്ടമായിട്ടാണോ അല്ലെങ്കിൽ അതിനൊരു വിലയില്ലാത്തതുകൊണ്ടാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പം പക്ഷേ അവളുടെ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനോടൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ലാസ്റ്റ് ഇതിപ്പം മൂന്നാമത്തെ ഗിഫ്റ്റാണ്. ലാസ്റ്റ് ഗിഫ്റ്റാണ് മോൾക്ക് ഏറ്റവും 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 ഇഷ്ടമുള്ള സാധനം. കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇപ്പം ആണെങ്കിലും അവൾക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടം ബബിൾസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരുപാട് നോസുള്ള ബബിൾസിൻ്റെ ഗണ്ണുണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാൻ നന്നേ മനസ്സിലുണ്ടായി. ഇത് ഞാൻ കൊടുത്തിട്ട് ഏട്ടൻ വീഡിയോ എടുത്തില്ലടോ, മിസ്സാക്കി കളഞ്ഞു കേട്ടോ. അവളുടെ ആ ഒരു എക്സ്പ്രഷനും ഞാൻ കൊടുത്തു, അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒക്കെയുള്ള അവൾ ആ എക്സ്പ്രഷനൊക്കെ ഏട്ടൻ ആകെ മിസ് ചെയ്തു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായി. ഒരുപാട് ബബിൾസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ടായി. പിന്നെ നമ്മൾ കാറ്റിട്ടത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ക്യാമറയിലേക്ക് അടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പാളിപ്പോയി കേട്ടോ. നമ്മൾ ഈ ഫാൻ ഇട്ടത് കൊണ്ട് തന്നെ എല്ലാം ആ ഫാനിൻ്റെ സൈഡിലേക്കായിരുന്നു പോകുന്നുണ്ടായത്. അപ്പം മോൾ ഒത്തിരി ഹാപ്പി ആയിട്ടാണ് അന്നത്തെ ദിവസം നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പം മോൾ ഒരുപാട് ഹാപ്പിയായി എന്നൊക്കെ പറയുന്നുണ്ട്. അവളൊരുപാട് ഹാപ്പിയായി. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫാനിൻ്റെ സൗണ്ട് കാരണമാണ് ഇതൊക്കെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. ബെസ്റ്റ് മൊമെൻ്റ് ഇൻ ലൈഫ് എന്നൊക്കെ പറയുന്നതിൽ ഒന്നാണ് എനിക്ക് അവളോടുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അവളിങ്ങനെ ഇത്രയും ദിവസം അവർക്ക് ലീവായിരുന്നല്ലോ. അപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും ഞാൻ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ, അവളുടെ ആ ഒരു സ്നേഹം അറ്റാച്ച്മെൻറ്റ് കൊണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ എനിക്ക് ലീവ് എടുക്കാൻ തോന്നിപ്പോകും കേട്ടോ. അപ്പം അത്ര ഭയങ്കരമായിട്ട് സ്നേഹമാണ്, ഭയങ്കരമായിട്ട് ലവ്, ഭയങ്കരമായിട്ട് കെയറാണ്. ഇപ്പം ഞാനൊക്കെ വയ്യാതെ കിടക്കുന്നതാണെങ്കിൽ വെള്ളം വേണോ ഇടയ്ക്കിടയ്ക്ക് വന്ന് തടവിയിട്ടും, ഇപ്പം തലവേദന എന്ന് പറയുമ്പോൾ തല തടവിയിട്ടും ഒക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ബർത്ത്ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ബർത്ത്ഡേ മോർണിംഗ് നമ്മൾ എൻ്റെ ഓഫീസിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് മോൾക്ക് ക്ലാസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മോളെ കൂട്ടിയിട്ട് എൻ്റെ ഓഫീസിൽ പോയി എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. ആ ബിൽഡിങ്ങിൽ നമ്മുടെ ഫ്ലോറിലുള്ള എല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി. അപ്പം ഇത് അവളുടെ ഡാഡയുടെ ഗിഫ്റ്റാണ്. സൈക്കിൾ വേണമെന്ന് പറയാറുണ്ട് മോള്. അതുകൊണ്ട് തന്നെ ഏട്ടൻ സൈക്കിളാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. വേറെ ഓഫീസിൽ പോയി ഒന്നും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം പെരുമഴയായിരുന്നു. എനിക്ക് ഫോണ് പുറത്തെടുക്കാൻ വരെ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ഡിക്കിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്തത് ഈ സൈക്കിളാണ്. അപ്പോൾ ഇതാണ് ഡാഡയുടെ ഗിഫ്റ്റ്. ഈ ഒരു ഡ്രസ്സ് ആമിമോൾക്ക് എൻ്റെ ഓഫീസിലെ മാനേജർ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലൊക്കെ വന്നു. അതിന് ശേഷം ഇത് നമ്മുടെ ഏട്ടൻ്റെ മക്കളാണ്. അപ്പം കുട്ടികളെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഏട്ടനും ഏട്ടത്തിയുടെയും വകയുള്ള ഗിഫ്റ്റ്സാണ്. അപ്പം അത് നോക്കുകയാണ് ആമിമോൾ എന്താണെന്ന്. ഗിഫ്റ്റ്സ് കിട്ടിയ പാടെ തന്നെ മോള് ഏച്ചിക്കാണെങ്കിലും അനിയനാണെങ്കിലും നല്ല ഉമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായി. ഈ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഈ മക്കൾ എത്ര നല്ല മക്കളാണെന്ന്. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കുട്ടികൾ എത്ര നല്ല കുട്ടികളാണെന്ന്. നല്ല സ്നേഹത്തിലാണെങ്കിലും കണ്ണുകൂട്ടി തുറക്കുമ്പോഴത്തേക്ക് അതേ സ്നേഹം പോകാനും മതി കേട്ടോ, ആട്ടിയും പിടിയായിട്ട്. അപ്പോൾ ഇത് അവരെ വകയിലെ ഡ്രസ്സായിരുന്നു.
പിന്നെ നോക്കുമ്പോൾ ഒരു കവറൂടെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയിൽ 3 പേരും കൂടെ 3 ഭാഗത്തു നിന്ന് വലിക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യണം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് അവർ ആ ഗിഫ്റ്റ് റാപ്പിംഗ് അയച്ചെടുത്തത് എന്നുള്ളത്. അവസാനം ഒരാൾ തലയും ഒരാൾ വാലൊക്കെ പിടിച്ച് വലിച്ചിട്ടാണ് അത് റാപ്പ് ചെയ്തത് അയച്ചെടുത്തത് കേട്ടോ. അത്രയും ടൈറ്റ് റാപ്പിംഗ് ആയിരുന്നു. നോക്കി 3 പേരും കൂടെ 3 ഭാഗത്തു നിന്ന് വലിച്ച് എടുത്തിട്ടാണ് അത് പുറത്തെടുത്തത്. നോക്കുമ്പോൾ അത് ഡയറി മിൽക്കിൻ്റെ സെലിബ്രേഷൻസിൻ്റെ, ഡയറി മിൽക്കിൻ്റെ എന്നല്ല കാഡ്ബറിയുടെ സെലിബ്രേഷൻസിൻ്റെ കിറ്റിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ആ നമ്മൾക്ക് ഇതിൽ ഞാൻ കാണിക്കാത്ത കുറേ ആൾക്കാർ ചോക്ലേറ്റ്സ് ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ അമ്മേൻ്റെ ഷോപ്പിലുള്ള അവരൊക്കെ കുറേ ചോക്ലേറ്റ്സ് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അനിലാൻറ്റി, പിന്നെ ഷിംനേച്ചി, പിന്നെ ഷൈജാൻറ്റി, ഷൈമാൻറ്റി, പേരെടുത്ത് പറയാൻ അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാർ. ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ സോറി. ആമി മോൾക്ക് ഡാഡ കൊടുത്ത ഗിഫ്റ്റിനെ കൊണ്ട് ഡാഡ തന്നെയാണ് കേട്ടോ ആദ്യം കളിക്കുന്നത്. നോക്കിയേ, കുഞ്ഞു കുട്ടീനെ പോലെ ആ സൈക്കിളെടുത്ത് ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ദിവസം കളറിങ് ബുക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കളറൊക്കെ ചെയ്തിട്ട് കണ്ടു. അപ്പോൾ ആമി മോൾ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും പിന്നെ നമ്മുടെ ആൻറ്റീൻ്റെ മോന് ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ ആമി മോളിപ്പോൾ വലിയ കുട്ടിയായതുകൊണ്ടാവും അല്ലേ, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ടാവും എല്ലാവരും ഈ കളറിങ് ബുക്കും പെൻസിലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഗിഫ്റ്റ്സ് കിട്ടിയത്. അപ്പം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായതും കുറേ വെഹിക്കിൾസ്, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുള്ള 3 ബുക്സും അതിനെ പറ്റിയിട്ടുള്ള കളർ പെൻസിലും പിന്നെ പെൻസിലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് അവൻ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായത്. അപ്പം അത് നമ്മൾ നോക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായി. നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ ബർത്ത്ഡേ വിളിച്ചിട്ടുണ്ട്. അപ്പം വരുമ്പോൾ കൊണ്ടുവന്ന സാധനമാണ് ഇത്. സ്റ്റഡി ടേബിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ആമി മോൾ എല്ലാവർക്കും വലുതായി പോയതുകൊണ്ടാവും എല്ലാവരും, അതായത് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും അവൾക്ക് സ്കൂളിലേക്ക് വേണ്ടുന്നതും അവളെ എൻ്റർടൈൻ ചെയ്യിക്കാനും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൊടുത്തു വിട്ടിട്ടുണ്ടായത്. അപ്പോൾ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ഞാൻ ആമി മോളെ ഒരുക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു ഉണ്ടായത്. അപ്പം അച്ഛനും അമ്മയും വന്നതിന് ശേഷം അമ്മ ഒരു കുഞ്ഞ് കവറൂടെ കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അവളത് ഓപ്പൺ ചെയ്യാണ്. നോക്കുമ്പോൾ ആ ഗിഫ്റ്റ് റാപ്പറും അവളുടെ ഡ്രസ്സും മാച്ച് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൻറ്റി കൊടുത്തു വിട്ടതാണ്. ഒരു ബോക്സിൽ ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ, മെലഡിയുടെ ചോക്ലേറ്റ്സ് ആയിരുന്നു. അതും കൊണ്ട് അവൾ നേരെ പോയത് അച്ഛനും അമ്മയും കൊണ്ടുവന്ന് സ്റ്റഡി ടേബിളിലേക്കാണ് കേട്ടോ. അവിടെ ഇരുന്ന് ഒക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് ഇരുന്നിട്ട് എനിക്ക് ഓക്കെ ആണോ എന്നൊക്കെ ആൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയുള്ള സാധനങ്ങളൊക്കെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിജുവായിട്ടും പുറത്തു പോയിട്ടുണ്ടായി എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കൊടുത്തിട്ട് വരുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തു വിട്ട് ഗിഫ്റ്റാണെന്നും പറഞ്ഞിട്ട് ആമി മോൾ നോക്കുന്നുണ്ട്. നല്ല ഗ്രീൻ കളർ റാപ്പൊക്കെ ചെയ്തിട്ട്. അപ്പോഴാണ് അമ്മക്ക് ഓർമ്മ വന്നത്, അയ്യോ അമ്മ വാങ്ങിച്ച ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അമ്മ വേഗം ഗിഫ്റ്റ് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഗിഫ്റ്റും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അമ്മ കൊടുത്തിട്ടുണ്ടായതൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ഡെനിമിൻ്റെ സ്കേർട്ടും ഒരു യെല്ലോ കളർ ടോപ്പും അതിനൊരു ജാക്കറ്റൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് അമ്മ കൊടുത്തത്. എൻ്റെ ഫ്രണ്ട് എന്താണ് കൊടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ആ ബോക്സിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മളൊക്കെ ഗസ് ചെയ്തത് ഡ്രസ്സാണെന്നാണ്. ബട്ട് ഡ്രസ്സല്ലായിരുന്നു, ഒരു നല്ല പാവ, ഒരു നല്ല ഡോളിൻ്റെ കീ ചെയിനാണ് കേട്ടോ. അത് വലിയൊരു കീ ചെയിനാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായി ആ കീ ചെയിൻ കാണാൻ വേണ്ടിയിട്ട്. ആമി മോളുടെ ബർത്ത്ഡേയുടെ നെക്സ്റ്റ് ഡേ, അതായത് ആ വീക്ക് കംപ്ലീറ്റ്ലി അവർക്ക് ലീവ് ആയിരുന്നു കേട്ടോ. സ്കൂളിൽ നല്ല മഴയായതുകൊണ്ട്. അപ്പം നെക്സ്റ്റ് ഡേ ഞാൻ ഓഫീസിൽ പോയപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന അവരൊക്കെ കൂടെ ആമി മോൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായി. അവർ ഫ്രെയിംസിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്, ഇന്ദ്ര ഫ്രെയിംസ്. അപ്പം അവരൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ആമി മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതും ഒരുപാട് ഇഷ്ടമായി അവൾക്ക്.
ആമിമോൾ സ്കൂളിൽ തുറന്ന് പിന്നെ 1 മന്ത് ആദ്യത്തെ 1 മന്ത് അവർക്ക് ഉച്ചവരെയുള്ള സമയത്ത് അവൾ എൻ്റെ കൂടെയല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എൻ്റെ കോംപ്ലക്സിലുള്ള ഒട്ടുമിക്ക ഷോപ്പിലെ ആൾക്കാരായിട്ടും അവൾക്ക് നല്ല കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഇത് ആണെങ്കിലും എൻ്റെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവർ ആമിമോൾക്ക് കൊടുത്തിട്ടുണ്ടായതാണ്. ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അതും എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ കഴിച്ചിട്ട് പുഴുപ്പല്ല് വരുമോ എന്നുള്ള കാര്യം. കാരണം അത്രമാത്രം ചോക്ലേറ്റ്സ് തന്നെ അവർക്ക് ഗിഫ്റ്റായിട്ട് ഇത്തവണത്തെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഗിഫ്റ്റൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കേക്കും ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ടുള്ളത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഉള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.